ഇത്രയും റീൽസ് സ്ക്രോൾ ചെയ്ത ഒരാഴ്ച, കുറച്ച് കാലം എന്നല്ല, അവസാനം ഇത്രയും സ്ക്രീൻ ടൈം എനിക്ക് വന്നത് മറ്റേ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത്, പിന്നെ ഇറാഖിന്റെ വാറിന്റെ തുടക്കത്തിൽ കുറേ സമയം ഉണ്ടായില്ലേ, ആ സമയത്തായിരുന്നു ഇത്രയും ഞാൻ റീൽസ് കണ്ടത്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ആണോ എന്ന് അറിയില്ല. എൻ്റെ സ്ക്രീൻ ടൈമൊക്കെ 7-8 എത്തിയ അവസാനം ഉറക്കമില്ല, ഉറങ്ങാനും പറ്റുന്നില്ല. ഫുള്ള് എനിക്ക് 2 അക്കൗണ്ട് ഉണ്ട്, അറിയാമല്ലോ, 2 അക്കൗണ്ട് ഉണ്ട്. അതിൽ ഒരു അക്കൗണ്ടിൽ ഫുള്ള് നല്ല, അതായത് ജെൻസിക്കാരുടെ ഓരോ തമാശകൾ, അവരുടെ പ്രൊട്ടസ്റ്റിൽ. നമുക്കറിയാം ജെൻസി എന്ന് പറയുമ്പോൾ ഭയങ്കര അൺസീരിയസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവന്മാർ അവിടെ പോയിട്ട് പ്രൊട്ടസ്റ്റിൽ ഓരോ കാണിക്കുന്ന ഓരോ ട്രെൻഡ് ആയിട്ടുള്ള സാധനങ്ങളും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഫണ്ണായിട്ടുള്ളത് ആണ് ഒരു ഫീൽഡിൽ. അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മടുക്കുകയില്ല, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പുറത്തൊരു അക്കൗണ്ട് ഉണ്ട്, അതിൽ പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ മറ്റേ സീനിതാ ആൻറ്റി നാഷണലാണ്. ഈ ഇന്ത്യയിൽ മുഴുവൻ ഇന്ത്യക്കെതിരായിട്ടുള്ള ആൻറ്റി നാഷണൽസ്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ മറ്റേ ആൾ ചൈന ഫണ്ടിങ്, ഇവർ CJPക്കാർ അമേരിക്ക ഫണ്ടിങ്, സോനം വാങ്ചുക് ചൈന ഫണ്ടിങ്, അയാൾ ചൈനക്കാരുള്ളതുകൊണ്ടായിരിക്കും തോന്നുന്നു. അങ്ങനെ എല്ലാവരും ഫണ്ടഡാണ്. വേറെ നിങ്ങളൊക്കെ മണ്ടന്മാരാണ്, നിനക്കൊക്കെ വല്ല വിവരം ഉണ്ടടാ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ, ഇവരുടെയൊക്കെ അജണ്ട നിങ്ങൾക്ക് അറിയോ എന്നൊക്കെ ചോദിച്ചിട്ട് വേറെ കുറേ ആൾക്കാർ. അങ്ങനെ എന്ത് ചെയ്യോ, വല്ലാത്തൊരു 2 ഡുവാലിറ്റിയാണ് ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത്. നല്ല രസമാണ്. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഫുള്ള് മറ്റേ ഈ വേൾഡ് ഇൻ 2040 എന്നൊക്കെ പറഞ്ഞൊരു ഇമേജ് കാണിക്കില്ലേ, അതുപോലെ ഫുള്ള് മറ്റേ ഹാപ്പിനെസ്, എല്ലാവരും ഓടിച്ചാടി കളിക്കണു, പോലീസുകാരുടെ കൂടെ റീൽസ് ചെയ്യുന്നു, പോലീസുകാരുടെ കൂടെ ഐ എം എ ഗുഡ് ഗേൾ ഓഫീസർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റീൽസാണ് ഈ സൈഡ്. അപ്പുറത്ത് പോയ പോലീസുകാർ ഓടിച്ച് ചോരയൊക്കെ ഒലിച്ച് മറ്റേ സീന്, അവിടെ മറ്റോ അന്തവരെ ഇന്തവരെ തൊട്ട് ഫുള്ള് തെറി അപ്പുറത്ത് ഭയങ്കര ഒരു. അപ്പോൾ കുറേ പോസിറ്റീവായാൽ നമുക്ക് മടുക്കുമല്ലോ, അപ്പോൾ കുറച്ച് അങ്ങോട്ട് പോകും. അവിടെ പോയി കഴിഞ്ഞാൽ എൻ്റെ ഒരു ഈ ആഴ്ചയിൽ ഇത്രയും സ്ക്രീൻ ടൈം വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര എല്ലാവരും റേഞ്ച് ബൈറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്ക് 2-3 അക്കൗണ്ട്സൊക്കെ മറ്റേ എക്സിലൊക്കെ ഉണ്ട്. ഞാൻ വെറുതെ പോയിട്ട് എല്ലാവരും വെറുതെ ചൊറിയുക. കാരണം മുമ്പാർ അമ്മാതിരി ഓരോ തോന്നിവാസം, കാരണം ഇല്ലാത്ത കാര്യമാണ് ഒന്നാമത് പറയുന്നത്. ലൈക്ക് നമുക്ക് ഇവരൊക്കെ പോയിട്ട് ഫാക്ട് ചെക്ക് ചെയ്ത് ഇങ്ങനെയല്ല അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. സോ വെറുതെ പോയിട്ട് ഇവന്മാരെയൊക്കെ ഒന്ന് ഇളക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ കുറേ കമൻറ്റ്സ് ചെയ്തിട്ട് ഞാൻ ഏതൊക്കെയോ ഹിന്ദിക്കാരനകത്തൊക്കെ പോയിട്ട് കമൻറ്റ്സൊക്കെ ചെയ്തിട്ട് ഇവന്മാർ തിരിച്ചൊക്കെ ഹിന്ദിയിലാണ് പറയുന്നത്. എനിക്കാണെങ്കിൽ ഹിന്ദി അറിയില്ല. അങ്ങനെ കുറേ സീന് ഏതൊക്കെയോ റീൽസിലൊക്കെ പോയി കുറേ കമൻറ്റൊക്കെ ചെയ്തിട്ട് ഇവന്മാരെയൊക്കെ തല്ലി ഓടിക്കണം എന്നൊക്കെ പറഞ്ഞു. സോ ഇറ്റ് വാസ് എ ഫൺ, ഇറ്റ് വാസ് നോട്ട് എ ഫൺ. ഫണ്ണാണ്, എല്ലാം ഫൺ തന്നെയാണ്. കുറേ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജനനായകൻ അവസാനം ഇറങ്ങി, അതിനെക്കുറിച്ചും കൂടി സംസാരിക്കാറുണ്ട്. ഈ തിയേറ്ററിൽ ഇറങ്ങിയത് ഈ ആഴ്ച മാത്രമല്ല ഇറങ്ങിയുള്ളൂ, തിയേറ്ററിൽ മാത്രമേ ഇറങ്ങിയുള്ളൂ. ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് അതിനെക്കുറിച്ച് ഒരു സംഭവമുണ്ട്. ലൈക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ അല്ലായിരുന്നു കാര്യങ്ങൾ. ഇവർ ഈ പൊളിറ്റിക്സൊക്കെ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതാണോ? പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇതിനെ എപ്പോൾ ഇറങ്ങേണ്ടത്, ജനുവരിയിലാണ്. ഇവരുടെ എന്താണ് ഇതിൻ്റെ കൂടെ ഇലക്ഷന് മുന്നേ ഇറങ്ങേണ്ട സാധനമായിരുന്നല്ലോ ഇത്. ജനുവരിയിൽ എന്തോ ഇറങ്ങാൻ വെച്ചതല്ലേ. ഇതിപ്പോൾ ജൂലൈ ആയില്ലേ, ജൂലൈ ആവേണ്ടി വന്നു ഈ സിനിമ ഇറക്കാൻ. പൊളിറ്റിക്സ് ഉണ്ട് എന്ന് വേണ്ടതിൽ നോക്കുമ്പോൾ പൊളിറ്റിക്സ് ഉണ്ട്. പ്രൊപ്പഗൻഡ മൂവി തന്നെയാണ്, അണ്ണനെ ഒന്ന് നൈസാക്കിയിട്ടുള്ളതാണ്. ഇതൊക്കെ തന്നെയല്ലേ എല്ലാ സിനിമയിലും ഉള്ളത്. ഇതിപ്പോൾ അണ്ണനെ നൈസ് അല്ലാത്ത ഒരു സിനിമയൊന്നും ഇല്ലല്ലോ. ആകെ ലോകേഷിൻ്റെ മറ്റേ ലിയോയും മറ്റേ എന്തായാലും പേര് മാസ്റ്റർ, അതും മാത്രമേ ഉള്ളൂ ഈ മറ്റേ ഞാൻ എല്ലാവരും സേവ് ചെയ്യാൻ പോകും രക്ഷകൻ റോളിൽ അത്ര ഇല്ലാത്തത് അത് മാത്രമല്ലേ ഉള്ളൂ. ബാക്കി എല്ലാത്തിലും ഇതൊക്കെ പോലെ തന്നെ അല്ലേ. പിന്നെ പാർട്ടിൻ്റെ ഒരു ലോഗോൻ്റെ ഒരു പരിപാടി, ഇങ്ങനെ ആനൻ്റെ ഒരു സാധനം കാണിക്കുന്നുണ്ട്.
അത് എനിക്ക് തോന്നുന്നത് അങ്ങനെ എന്തോ കട്ട് ചെയ്തു ഇത് തോന്നുന്നുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ ഇതിൽ അത്രയൊക്കെ ഉണ്ടോ? നിങ്ങൾ കണ്ടിട്ടല്ലോ നിങ്ങൾ. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. സോ അതിനെക്കുറിച്ച് സംസാരിക്കാണ്ട് പിന്നെ കുറേ കുറേ ആൾക്കാർ പേർലിമാനിൻ്റെ കൂടെ പേർലിമാനിൻ്റെ പിന്നാലെയാണ് വേറെ കുറേ ആൾക്കാർ. അവരോടും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പിന്നെ കുറച്ച് പേർക്ക് ഈ ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും പറ്റില്ല. ഹൈ എന്താ ഗെറ്റ് റെഡി വിത്ത് മീയോ, ഹൈ എന്തത് അങ്ങനെ പറയണ കുറേ വാണങ്ങളുണ്ട് അപ്പുറത്ത്. സോ ഇങ്ങനെ കുറേ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ട് എന്തൊക്കെ സംസാരിക്കാനുണ്ടോ. സോ ഡോണ്ട് വേസ്റ്റ് ടൈം, ലെറ്റ്സ് ഗോ. ഫസ്റ്റ് നമുക്ക് മൂവി റിവ്യൂ തന്നെ തുടങ്ങാം. പിന്നെ നമുക്ക് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ലെറ്റ്സ് ഗോ ടു ദ മൂവി റിവ്യൂസ്. ജനനായകൻ ഞാൻ ലീക്ക് ഒന്നും കണ്ടിട്ടില്ല. ലീക്ക് ഞാൻ ആ സമയത്ത് ഡൗൺലോഡ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കണ്ടില്ല ആ സമയത്ത് ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ. പിന്നീട് ഇപ്പം നോക്കുമ്പോൾ അങ്ങനെ ഒരു ലീക്കൊന്നും കാണാനില്ല. അപ്പം ഞാൻ അത് ഫുള്ള് വീഡിയോ ഇല്ല, ഒരു 10-12 മിനിറ്റിൻ്റെ ഒരു സാധനമായിരുന്നു ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചത്. പിന്നെ ഇതൊക്കെ എന്തിനാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അവിടെ തന്നെ ഉണ്ട്, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ കാണാൻ പോകുമ്പോൾ നമുക്കൊരു എന്താ പറയുക പ്രജുഡിസ് ആണ്. അതായത് എന്നാലും അണ്ണൻ്റെ സിനിമ കാണാൻ പോകുമ്പോൾ ഒരു ഇതുണ്ടാവുമല്ലോ, ചില മുൻവിധികൾ. നമ്മളെന്താ പറയുക, ഇന്ന പോലെയൊക്കെ ഉണ്ടാവുമെന്ന് നമുക്കൊരു സാധനം ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ഞാൻ ട്രെയിലറിൽ എനിക്ക് ഒരു മാതിരി ആയിട്ട് തോന്നിയത് റോബോട്ട്സിൻ്റെ സംഭവം, എന്തോ ഒരു ഈ റോബോട്ട് പോലത്തെ എന്തോ ഒരു സാധനം, ഒരു മനുഷ്യനല്ലാത്ത റോബോട്ടിൻ്റെ എന്തോ ഒരു സംഭവത്തിനെയൊക്കെ പിടിച്ചിട്ട് എന്തൊക്കെയോ അതിൻ്റെ എന്തൊക്കെയോ ആക്ഷൻ സീൻസ് എന്തൊക്കെയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മിക്കവാറും പാളും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് മമിത, മറ്റേ നാളെ ആ സാധനമൊക്കെ കഴിഞ്ഞതിന് ശേഷം മമിത ഈ ആക്ഷനൊക്കെ ചെയ്യുമോ, മമിത നൈസാവുമോ, ഓവർ ക്യൂട്ട്നെസ് ഒക്കെ ഇട്ട് മറ്റേ ശ്രീലീല ഭഗവത് കേസരിയിൽ കാണിച്ച പോലെ ഓവറാവുമോ, അങ്ങനത്തെ കുറേ സീനുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഭയങ്കര പൊളിറ്റിക്സാണ്. പൊളിറ്റിക്സ് ഉണ്ട്, പൊളിറ്റിക്സ് എല്ലാത്തിലുണ്ടല്ലോ. ഇപ്പം അണ്ണൻ മറ്റേ ഓരോ ഇതിലും ഓരോ ആൾക്കാരെ രക്ഷിക്കുന്നു. ബിഗില് സ്പോർട്സ് മിനിസ്ട്രീനെ നന്നാക്കുന്നു, മറ്റേ അഖിലിൻ്റെ സിനിമയിൽ മെഡിക്കൽ ഇൻഡസ്ട്രീനെ നന്നാക്കുന്നു. അപ്പോൾ എല്ലാ ഇൻഡസ്ട്രിയും നന്നാക്കുന്നു. അണ്ണൻ്റെ കുറേ എന്താ പറയുക പാർട്ടി നയം ഒക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ പറയുന്നു. ഇതൊക്കെ തന്നെയല്ലേ എല്ലാ സിനിമയിലും. അപ്പം അങ്ങനത്തെ ഭയങ്കര റിലീസ് ചെയ്യാൻ വിടാത്തത് എന്താണെന്ന് അറിയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഐ വാസ് എക്സ്പെക്ടിങ് സംതിങ് ലൈക്ക് ഇതെന്തത് അങ്ങനെ എന്തോ ഒരു സാധനം ഞാൻ വിചാരിച്ചിട്ട് പോയി. ഓക്കെ, പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ കുറേ എന്തൊക്കെയോ കാണിക്കും. ഈ ഭഗവത് കേസരിൻ്റെ ഡിറ്റോ കോപ്പി ആയിരിക്കും, ഇവർ അങ്ങനെ മാറ്റാനൊന്നും നിൽക്കില്ല, നമ്മുടെ ഇതൊക്കെ ചെയ്ത പോലെ പോക്കിരിയൊക്കെ ചെയ്ത പോലെ എന്നാണ് ഞാൻ വിചാരിച്ചത്. സോ ഐ വാസ് ലൈക്ക് സിനിമ ഗുണമൊന്നും ഇല്ല കേട്ടാ, അത് ആദ്യം പറയാം. സിനിമ ഭയങ്കര സൂപ്പർ സിനിമയാണെന്നല്ല, ഐ വാസ് ഷോക്ക്ഡ്. ഫസ്റ്റ് പറയാനുള്ളത് മമിത ഉണ്ടല്ലോ, മമിത ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആക്ഷൻ സീൻസ്. ലൈക്ക് ഞാനത് തല്ലിപ്പൊളി ആവും കൊണ്ട് വിചാരിച്ചിട്ട് പോയതുകൊണ്ടാണോ എന്നറിയില്ല. ലൈക്ക് കൊള്ളാമല്ലോ, ശരിയായ ആക്ഷൻസ്, മറ്റേ കറങ്ങി അടിച്ചിട്ട് ഇങ്ങനെ അത് ഞാൻ ഇങ്ങനെ ഫേസ് ഇങ്ങനെ ശ്രദ്ധിച്ചു പോയി. മറ്റേ സ്റ്റെൻഡബിൾ ആണോ നോക്കാം, സ്റ്റെൻഡബിൾ ആണോ എന്നറിയില്ല, പക്ഷെ ഫേസ് അങ്ങനെ മാറണമെന്നില്ല. ഫേസൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് കൊണ്ടുള്ള ആക്ഷൻ തന്നെയാണ്. ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ, നമുക്ക് കൺഫേം ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ നൈസ്, ഷീ ക്യാൻ ഡു ആക്ഷൻ. പ്രീതി മുകുന്ദനാണ് അങ്ങനെ ഞെട്ടിച്ച് കളഞ്ഞ് മറ്റേ ബ്ലാസ്റ്റ് സിനിമയിൽ. പ്രീതി മുകുന്ദൻ ആക്ഷൻ ചെയ്യുന്ന ആരെങ്കിലും വിചാരിക്കും, പക്ഷെ ഷീ ഡിഡ് ഇറ്റ്. അതുപോലെ തന്നെയാണ് ഇവിടെ എനിക്ക് തോന്നിയത്. പിന്നെ രണ്ടാമത് ആ ഡ്രോൺസിൻ്റെയും ആ റോബോട്ടിൻ്റെയും സീനുകളില്ലേ, ആ ഒരു VFXും CGI വർക്കും ഇല്ലേ, ദാറ്റ് വാസ് ഡീസൻറ്റ്. എനിക്കങ്ങനെ തോന്നി. ഇനിയിപ്പോൾ തീർക്കല്ലേ, കാരണം
എല്ലാവരും കുറ്റമാണ് പറയുന്നത്. എല്ലാത്തിനും കുറ്റമാണ്. എല്ലാവരും തമിഴന്മാർ കുറ്റം പറയണം, ഇവര് കുറ്റം പറയണം. തമിഴന്മാർ ചിലപ്പോൾ ഈ റിവ്യൂവേഴ്സ് നമുക്കറിയില്ലല്ലോ അവിടുത്തെ, അവർ ചിലപ്പോൾ ഈ പൊളിറ്റിക്സ് ഒക്കെ കുറച്ചുണ്ടാവും. ഇപ്പോൾ ചീഫ് മിനിസ്റ്റർ ആണല്ലോ, അപ്പോൾ ഇപ്പോൾ ഏത് ചീഫ് മിനിസ്റ്റർ ആയാലും ഒരു ഓപ്പോസിഷൻ ഉണ്ടാവും, അപ്പോൾ അവരിനകത്ത് സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ ആയിരിക്കും. തമിഴ്നാട്ടിലിപ്പോൾ ഓരോ ആൾക്കാർ ഏത് പാർട്ടീൻ്റെ ആളാണെന്ന് നമുക്കിപ്പോൾ അങ്ങനെ അറിയാൻ പറ്റില്ലല്ലോ. സ്റ്റിൽ എല്ലാവരും കുറ്റം തന്നെ പറയുന്നത്. ദാറ്റ് വാസ് എ ഡീസൻറ്റ് തിങ്. ആ കുറേ ഡ്രോണുകൾ ഇങ്ങനെ ഡ്രോണ് കൊണ്ട് ബ്ലാസ്റ്റ് ചെയ്യുന്ന കുറേ സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ നൈസായിട്ടുണ്ട്, വലിയ മോശമൊന്നുമില്ല. ഞാൻ വിചാരിച്ചതൊക്കെ തല്ലിപ്പൊളിയായിരിക്കുന്നു, കൊള്ളാം. പിന്നെ കുറേ മറ്റേ സ്പൂൺ ഫീഡിങ് ഉണ്ട്. അത് ഇപ്പം എല്ലാം, അതായത് ഇറ്റ്സ് ലൈക്ക് ഈ സിനിമ ഒരു 10 വയസ്സുള്ളൊരു പയ്യനെടുത്ത് കാണിച്ചു കൊടുത്താലും, അത് 10 അല്ല, ആ ഒരു ചെറിയ കുട്ടിക്ക് കാണിച്ചു കൊടുത്താലും എല്ലാം മനസ്സിലാവണ പോലെയും, വലിയ ഒരു വയസ്സായ ആൾക്ക് കാണിച്ചു കൊടുത്താൽ എല്ലാം മനസ്സിലാവണ പോലെ. ലൈക്ക് എന്താ പറയുക, ഇറ്റ്സ് ലൈക്ക് അതായത് ഈ വോട്ട് ചെയ്യേണ്ട ഒരു സംഭവം ഉണ്ടല്ലോ, അത് എല്ലാവർക്കും ഈസിലി മനസ്സിലാവണ പോലെ. എനിമി എന്നൊക്കെ എഴുതുക, അതായത് ലൂസി ഉണ്ട്, കണ്ടിട്ടുണ്ടാവല്ലോ, മറ്റേ ഫ്രണ്ട്ലി ഫയർ എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. മറ്റേ റോബോട്ട്സിനെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശത്രു ആരാണ് ഫ്രണ്ട് ആരാന്ന് കാണിക്കണം. അപ്പോൾ അതിനെ റിവേഴ്സ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, വെറുതെ ഇങ്ങനെ നീല ചോപ്പ് അതൊന്നുമല്ല, എനിമി ഫ്രണ്ട് അങ്ങനെ കാണിക്കുന്നുണ്ട്. സോ അതാണ്, ഭയങ്കര സ്പൂൺ ഫീഡിങ് ആണ്. എല്ലാ കാര്യവും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ കുറേ എല്ലാവരും രക്ഷിക്കുന്നുണ്ട്. കാട്ടിലുള്ളവരെ രക്ഷിക്കുന്നുണ്ട്, നാട്ടിലുള്ളവരെ രക്ഷിക്കുന്നുണ്ട്. ഏതാണ് ഒരു അമ്മനെ രക്ഷിക്കുന്നുണ്ട്, കുട്ടീനെ പിടിച്ചിട്ട് പോയിട്ട് അവരിനെ അമ്മനെ രക്ഷിക്കുന്നുണ്ട്. പിന്നെ ഒരു പോലീസിൻ്റെ അവരിനെ രക്ഷിക്കുന്നുണ്ട്. പിന്നെ ആരെ രക്ഷിക്കുന്നുണ്ട്, പിന്നെ മൊത്തം നാട് മൊത്തം രക്ഷിക്കുന്നുണ്ട്. പിന്നെ മതസൗഹാർദ്ദം, ശരിയായ ഒരു സാധനമുണ്ട് മതസൗഹാർദ്ദത്തിൻ്റെ, ടെറർ സാധനം. അപ്പം അതുണ്ട്. പിന്നെന്താണ്, അപ്പം അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്. പൊളിറ്റിക്സ് ഉണ്ട് കേട്ടോ, ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്സാണ് ഇത്, മതസൗഹാർദ്ദത്തിൻ്റെ പൊളിറ്റിക്സ്. ബട്ട് ദാറ്റ് വാസ് ലൈക്ക് മോസ്റ്റ് റെലവൻറ്റ് തിങ്. അത് ഡിക്റ്റേറ്റർഷിപ്പ് ഒന്നും പറ്റില്ല, ഡിക്റ്റേറ്റർഷിപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുള്ള വില്ലൻ. ആക്ച്വലി ഭഗവത് കേസരിയിലെ വില്ലനെക്കാളും ദിസ് വില്ലൻ ബോബി ഡിയോള് ഡമ്മിയാണ്, വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ദാറ്റ് സ്റ്റോറി ഉണ്ടല്ലോ, പുള്ളിയുടെ ഒരു ബാക്ക് സ്റ്റോറിയും പുള്ളിയുടെ ഒരു മൊത്തത്തിലൊരു സംഭവം, ആ ഐഡിയോളജിയും മേക്ക് സെൻസ്. ചുമ്മാ ഒരു വില്ലൻ അങ്ങനെയല്ല, നൈസായിട്ടുണ്ട്. അതായത് ആ ഒരു ക്യാരക്ടർ ആർക്ക് ഉണ്ടല്ലോ, സംഭവം ഇടികൊള്ളാൻ, അണ്ണൻ്റെ ഇടികൊള്ളാനുള്ള ആളാണ്, പക്ഷെ എന്നാലും ഒരു സംഭവമുണ്ട്. ആദ്യം നല്ലവനായിരുന്നു, പിന്നീട് മാറി ഒരു ഡുവൽ പേഴ്സണാലിറ്റി പോലെയായി. അതൊക്കെ ഏത് സീന്. ഞാൻ ഇതൊന്നും ഭഗവത് കേസരിയിൽ ഇതൊന്നും ഇല്ലോ എന്ന് പറഞ്ഞിട്ട് കൊള്ളാലോ. കാരണം മേക്ക് സെൻസ്, എവറിത്തിങ് മേക്ക് സെൻസ്. പിന്നീട് ഡിക്റ്റേറ്റർഷിപ്പ്, എന്താണ് മെലൂഗെ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളൊക്കെ. ഡിക്റ്റേറ്റർഷിപ്പ് വേണം, അപ്പം അണ്ണം പറയും ഡിക്റ്റേറ്റർഷിപ്പ് ഇല്ലടാ, ഇവിടെ ഡെമോക്രസിയാടാ, ആ സീന്. സോ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം എന്തോ ഞാനിങ്ങനെ ഒരുപാട് തല്ലിപ്പള്ളി ആവെന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷിച്ചിട്ട് പോയതുകൊണ്ടാണോ എന്നറിയില്ല, വലിയൊരു ആവറേജ് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി. ഭയങ്കര തല്ലിപ്പൊളി അങ്ങനെയൊന്നുമില്ല, ഒരു ആവറേജ് സാധനം, എബോ ആവറേജും അല്ല. പക്ഷെ എന്തൊക്കെയോ ഉണ്ട്, കുറേ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇത് സംഭവം അവസാനം മറ്റേ ദ എൻഡ് ബിഗിനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ വോട്ടൊക്കെ ചെയ്തിട്ടുള്ള സാധനമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ സംഭവമാണ്. പിന്നെ ഇതിൽ ഈ അതാണ് എനിക്കത് കട്ട് ചെയ്തതെന്ന് തോന്നുന്നു കുറേ സീൻ. കാരണം പിന്നെ ഇത് മൊത്തത്തിലൊരു ഭഗവത് കേസരി ആയിട്ട് നോക്കുമ്പോൾ ഭഗവത് കേസരിയിൽ കുറേ കോളേജിൻ്റെ മറ്റേ ക്യൂട്ട്നെസ്, മറ്റേ ശ്രീലീലിൻ്റെ കുറേ ക്യൂട്ട്നെസ്സും പണ്ടാരമൊക്കെ ഉണ്ട്, അതൊന്നും ഇതിലില്ല. പിന്നെ എന്താണ് ഈ ഇതൊക്കെ ഉണ്ടല്ല, കുറേ കോമിക് റിലീഫിന് കുറേ ആൾക്കാർ ഉണ്ടാവുമല്ലോ, അതൊന്നും ഇതിലില്ല. ഇതിൽ പാര കോമഡിക്ക്, ഇതിൽ തിയേറ്ററിൽ ചിരിച്ചത് സീനാറിയോ, മറ്റേ തീവ്രവാദി വില്ലന്മാർ വന്നിട്ട്
പിന്നെ എന്തോ DCP ഓഫീസാണ് എന്തോ ബന്ദികളാക്കി വെക്കും. എന്നിട്ട് പറയും ഇവിടുത്തെ മുസ്ലിംസിനെ ഞങ്ങളൊന്ന് മുസ്ലിംസ് തീവ്രവാദിയാണ്, അപ്പം ഞങ്ങൾ എന്തോ വരണം അങ്ങനെ എന്തോ പറയും. അപ്പോൾ കുറേ പേര് ഇങ്ങനെ കണ്ടോണ്ടിരിക്കണോ, അപ്പോൾ തലയിട്ട് തൊപ്പി വെച്ചാണല്ലോ, അപ്പം എല്ലാവരും ഇങ്ങനെ ഇയാളെ നോക്കണേ. ഓഹോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സീൻ മാത്രമേ തിയേറ്ററിൽ ചിരി വന്നുള്ളൂ. പിന്നീട് അങ്ങനെ ചിരിയൊന്നും വന്നില്ല. പക്ഷെ ഭഗവത് കേസിൽ കുറേ തമാശയും അങ്ങനത്തെ ഉള്ള സാധനമൊക്കെ ഉണ്ട്. ഇത് ഭയങ്കര സീരിയസ് ഒരു ടോണിലുള്ള സാധനം. അതായത് എച്ച് വിനോദിനെ കൊണ്ട് മാക്സിമം എന്താ പറയുക കഥയിൽ എന്തെങ്കിലുമൊക്കെ വരുത്താൻ നോക്കിയിട്ടുണ്ട്. ബട്ട് ഷുവർലി ഒരു എന്താ പറയുക വോട്ടിങ്ങിന് മുന്നേ കാണേണ്ട സിനിമ. ഫാൻസിനൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും, എനിക്ക് തോന്നുന്നു. ഫാൻസിനൊക്കെ ഇഷ്ടപ്പെടും എന്നാണ് തോന്നുന്നത്. ഫാൻസ് അതിനെ ഇങ്ങനെ കുറ്റം പറയുന്നത് ഞാൻ കണ്ടില്ല, റിവ്യൂസൊക്കെ കുറ്റം പറയുന്നത് കണ്ടു. സോ ഒരു ആവറേജ് എക്സ്പീരിയൻസ്. ഞാനൊരു ഫാൻ ഷോ ഉണ്ടെങ്കിൽ അതിന് പോകാമെന്ന് വിചാരിച്ചാണ് അണ്ണൻ്റെ അവസാനത്തെ സിനിമ ഫാൻ ഷോ ഒന്ന് കാണാം എന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ട് ഫാൻ ഷോയ്ക്ക് പോയത് വിജയൻ്റെ സിനിമയ്ക്കാണ്. സുറയ്ക്കാണ് ഞാൻ ആദ്യമായിട്ട് ഫാൻ ഷോയ്ക്ക് പോയത്. അന്ന് രാവിലെ 7 മണിക്ക് എങ്ങാണ്ടാണ് ഞാൻ പോയത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് കുറേ ഇതുപോലത്തെ തലയിൽ കെട്ടൊക്കെയുള്ള കുറവന്മാരൊക്കെയാണ് അവിടുത്തെ. സോ അങ്ങനെ അവസാനത്തെ സിനിമയും ആദ്യത്തേതും അവസാനത്തേതും ഫാൻ ഷോ അണ്ണൻ്റെ കാണാമെന്ന് ഞാൻ വിചാരിച്ച് പോയതല്ല വിചാരിച്ചാണ്. നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടോ എന്ന് അറിയില്ല, എൻ്റെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു അബദ്ധം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഷോ 10:30 ഷോ ബുക്ക് ചെയ്ത്. അതിൽ ആളുണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ എന്താ പറയുക ഒരു സെക്കൻഡ് ഷോൻ്റെ ഒന്നും ഒരു ഓളം ഉണ്ടായിരുന്നില്ല. കുഴപ്പമില്ല, നൈസായിരുന്നു. അണ്ണനൊക്കെ വരുമ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. എന്താ പറയുക ഇനി സിനിമയൊന്നും എടുക്കുമെന്ന് തോന്നുന്നില്ല. അണ്ണൻ ഫുൾ ടൈം തോറ്റിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു. ഇപ്പോൾ പണ്ടാരും CM ആവുകയും ചെയ്തു, ചെയ്തു, എല്ലാവരും കൂടെ പിടിച്ച് CM ആക്കി. എന്ത് ചെയ്യും ഇനി 4 കൊല്ലം 5 കൊല്ലം കഴിഞ്ഞിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ. പിന്നെ അണ്ണൻ്റെ നൈസ് പ്രൊപ്പഗൻഡയും ഇറങ്ങുന്നുണ്ട്. ഈ കുറേ ഇങ്ങനത്തെ കുറേ ഫേക്ക് ന്യൂസ് ഇറങ്ങുന്നുണ്ട്. അതായത് ജയിലിൽ മീറ്റും നോൺ വെജ് ഫുഡൊക്കെ ക്യാൻസലാക്കി, കഞ്ഞിയും പയറും മാത്രമേ ജയിലിൽ ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ, എന്തിനാണ് ജയിൽ പുള്ളികൾക്ക് നോൺ വെജ് ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ ലക്ഷറി ഫുഡൊക്കെ എന്തിനാണ് വിൽക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രൊപ്പഗൻഡ അങ്ങനെ ഒരു നിയമം ഇറക്കി തമിഴ്നാട്ടിലെന്നൊക്കെ പറഞ്ഞിട്ട്. ഇങ്ങനൊരു സംഭവമില്ല. പിന്നെ ഇതുപോലത്തെ വിജയണ്ണൻ തമിഴ്നാട്ടിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ വരുന്നുണ്ട്. എല്ലാം ഫേക്കാണ്, ചുമ്മാ എന്തെങ്കിലുമൊക്കെയോ അടിച്ചു വിടുകയാണ് ആൾക്കാർ. സോ ദാറ്റ്സ് ഇറ്റ്. ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. സെക്കൻഡ് ഷോയ്ക്ക് പോയി കഴിഞ്ഞാൽ നൈസായി ആവുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഞാനത് കുറച്ച് മുന്നേ ബുക്ക് ചെയ്തതാണ്. ഞാൻ റിലീസ് ദിവസവും അല്ല പോയത്, ഞാൻ വെള്ളിയാഴ്ച പോയത്. ചുമ്മാ സെക്കൻഡ് ഷോയ്ക്ക് ബുക്ക് ചെയ്യായിരുന്നു. സോ ആവറേജ് എക്സ്പീരിയൻസ് ആസ് ഓൾവേസ്. വലിയ സംഭവമൊന്നുമില്ല. ഫാനാണെങ്കിൽ യു വിൽ ലൈക്ക് ഇറ്റ്. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്, ഒരു റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഈ ഓൺലൈനിലുള്ള ഹെയ്റ്റും ഈ ആൾക്കാരിന് ഈ ഡെഡ് ഇൻ്റർനെറ്റ് ദ തിയറി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സംഭവമൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അതായത് ഈ എല്ലാം ഫേക്കാണ്, ഈ നമ്മൾ കാണുന്നതും നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നതും എല്ലാം ഇങ്ങനെ കുറേ ആൾക്കാർ ഇരുന്നിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൂട്ടുകയാണെന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. ഒരാളൊരു തർക്കിക്കുകയാണെങ്കിൽ ഇൻ്റർനെറ്റിൽ ഇറ്റ് മേ നോട്ട് ബി ലൈക്ക് എ ജെന്യുവൻ പേഴ്സൺ. അത് വെറുതെ ഇരുന്നിട്ട് വല്ല ബോട്ടോ അല്ലെങ്കിൽ വെറുതെ ഒരുത്തന്നെ കൂലി കൊടുത്തിട്ട് അവിടെ ഇരുത്തണം, അങ്ങനത്തെ പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഹെയ്റ്റ് ഇങ്ങനെ കൂടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. സോ ദാറ്റ്സ് വൈ ഇപ്പം നമ്മൾ പണ്ടത്തെക്കാളും യുണൈറ്റഡ് ആണോ അതോ ഡിവൈഡഡ് ആണോ? ഇപ്പം എന്തൊരു അഭിപ്രായം പറഞ്ഞാലും അതിനെ ഇവനെന്താ അങ്ങനെ പറഞ്ഞത്, അതെന്താ ഇങ്ങനെ, ഇവൻ അങ്ങനെ ആയതുകൊണ്ടാണോ, ഇവൻ്റെ മതം എന്താണ്, ഇവൻ ആ മതം ഇവൻ്റെ മതം അതായതുകൊണ്ടാണോ ഇവൻ ഇങ്ങനെ പറഞ്ഞത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ഒരാൾ ഒരു ഫുഡ് കഴിച്ചോ, ഇവൻ ഈ ഫുഡ് കഴിച്ചോ, അപ്പോൾ ഇവൻ ഇതിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം
ഇറ്റ്സ് ലൈക്ക് വി ആർ മോർ ഡിവൈഡഡ് നൗ അല്ലേ. അപ്പം അതിൻ്റെ ഒരു സംഭവമൊക്കെ ആക്ച്വലി ഇതിൽ പറയാൻ നോക്കിയിട്ടുണ്ട്, അപ്പാർട്ട് ഫ്രം ഭഗവത് കേസരി സ്റ്റോറി ലൈൻ. സോ അതും മോശമൊന്നുമില്ല, തിരക്കേടൊന്നുമില്ല. മതസൗഹാർദ്ദത്തിൻ്റെ സീനുണ്ട്. സോ വെച്ച് പിന്നെന്താണ്, പിന്നെ ഈ കുറേ മിസ്റ്റേക്സ് ഉണ്ട്, കുറേ ഷോർട്ടിലും കുറേ സംഭവത്തിൽ. അതായത് വെറുതെ ഇങ്ങനെ കുറേ, അതായത് പിന്നെ ഒരു കറക്ഷനോ പിന്നെ അങ്ങനെ ഒരു റീടേക്കോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നു. കുറേ കറക്ഷൻസ് ഞാൻ കണ്ടത് ഈ ബോബി ഡിയോളുടെ അവസാനത്തെ ഫൈറ്റിൽ ഒരു സ്റ്റണ്ട് ഡബിളിൽ നമുക്ക് ആക്ച്വലി കാണാം. അത് ഞാൻ ഈ തിയേറ്ററിൽ ഇത് ബോബി ഡിയോളോ അല്ലല്ലോ എന്ന് തോന്നി, അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എറിയുന്നൊരു സീനിൽ. സോ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ചെയ്തിട്ട് ഒരു മൊത്തത്തിലൊരു തട്ടിക്കൂട്ട പരിപാടി. അഫ്കോഴ്സ് KVN അവർക്ക് പൈസ കിട്ടുമോയെന്ന് അറിയില്ല. ഇനി അടുത്ത് അവരുടെ ടോക്സിക്കാണ് അടുത്ത മാസം വരാൻ പോകുന്നത്. ടോക്സിക്കിന് എന്തായാലും യൂട്യൂബിൽ നിന്ന് നല്ല വരുമാനം കിട്ടും, കാരണം വീഡിയോ സോങ്സ് ഒക്കെ ഒന്ന് ഇറക്കി വിട്ടാൽ മതി. അങ്ങനത്തെ വീഡിയോ സോങ്സാണ് അവർ എടുത്തു വെച്ചിരിക്കുന്നത്. അതിനി കാലകാലങ്ങളോളം നല്ല വ്യൂസ് ആയിരിക്കും, പേടിക്കണം. So that's it for the reviews. Let's go to the unemployed people. ഈ ആഴ്ച അൺഎംപ്ലോയിഡ് പീപ്പിൾ ആണ് ടോപ്പിൽ നിൽക്കുന്നത്. ലൈക്ക് നമ്മളൊന്നും വെറുതെ അല്ലടാ എന്ന് പറയാൻ ഒരു സാധനം നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് സംതിങ്, എന്താ പറയുക, ഒരു എന്തൊക്കെയോ ചെയ്ത പോലെ ഒരു ഫീലിംഗ് അൺഎംപ്ലോയിഡ് പീപ്പിളിന്. സോ ലെറ്റ്സ് ഡിസ്കസ് ദാറ്റ്. ഈ വീഡിയോ ചെയ്യുന്നത് സാറ്റർഡേ നൈറ്റാണ്. അപ്പോൾ സാറ്റർഡേ നൈറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററൊക്കെ രാജിവെച്ചിട്ടുണ്ട്. ഇതിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇതൊരു ബേസിക് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ ഡെമോക്രസി, ഇപ്പം നമ്മളൊരു ഡെമോക്രസിയിലാണല്ലോ ഉള്ളത്. ഈ ഡെമോക്രസിയിൽ ഈ അലീജൻസ് പ്ലഡ്ജ് ചെയ്യുന്ന സംഭവമില്ലേ, അതായത് ഞാൻ ഇന്ന പാർട്ടിൻ്റെ ആൾ, ഞാൻ ഇന്ന പാർട്ടിൻ്റെ ആൾ എന്ന് ഒരു സാധാരണ ഒരാൾക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ, നിങ്ങൾ ആ പാർട്ടിയിലൊരു എന്താ പറയുക, ഒരു മെമ്പറാണ്, അല്ലെങ്കിൽ പാർട്ടീൻ്റെ പ്രവർത്തകനാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിൽ നിങ്ങൾക്ക് അലീജൻസ് പ്ലഡ്ജ് ചെയ്യാം. ഞാൻ ഇന്ന പാർട്ടിൻ്റെ ആൾ, ഞാൻ കതറിടുന്നു, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ഇടുന്നു, ഡ്രസ്സ് ഇടുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു അലീജൻസ് പ്ലഡ്ജ് ചെയ്തിട്ട് ഒരു പാർട്ടിൻ്റെ മേലെ നിങ്ങൾ ഞാൻ ഇന്ന പാർട്ടിൻ്റെ ആളാണ് ഞാൻ എന്ന് നിങ്ങൾക്ക് പറയാം. പക്ഷേ ആസ് എ പീപ്പിൾ, അല്ലെങ്കിൽ ഒരു വോട്ട് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ സാധാരണക്കാരനായിട്ടൊരാൾ, യു ഡോണ്ട് ഹാവ് ടു പ്ലഡ്ജ് യുവർ അലീജൻസ് ടു എനി പാർട്ടി. അത് എങ്ങനെ ആയിരിക്കും എന്ന് വെച്ചിട്ട് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഉബറുണ്ട്, ഓലയുണ്ട്. നിങ്ങൾ ബാംഗ്ലൂരോ കൊച്ചിയിലൊക്കെ ആണെങ്കിൽ ഉബർ ഉണ്ടാവും, ഓല ഉണ്ടാവും, വേറെ എന്തെങ്കിലുമൊക്കെ ക്യാബ് സർവീസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ വന്നിട്ട് പറയണം ഞാൻ ഉബറിൻ്റെ ആളാണ്, ഉബറിന് മാത്രമേ ഞാൻ ബുക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് ഉബറിൽ ഭയങ്കര റേറ്റ് ആയിരിക്കും, ചില സമയത്ത് ഉബർ കിട്ടുകയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ഉബറിൻ്റെ ആളുമാണ്, ഞാൻ വേറെ ഒന്നിലും ഞാൻ ഇൻസ്റ്റാൾ പോലും ചെയ്യില്ല, ഓലയൊക്കെ പോടേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ റാപ്പിഡോ ഒക്കെ പോടേ, ഞാൻ ഉബറിൻ്റെ മാത്രം ആളാണ് എന്ന് പറയുന്നത് പോലെയാണ് ആക്ച്വലി. അത് സിമ്പിളായിട്ട് മനസ്സിലായി. വി ഷുഡ് ബി ലൈക്ക്, ആരാണോ നല്ലത് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണോ മോശം ചെയ്യുന്നത്. ഉബർ ഇപ്പോൾ ഈ എക്സ്ട്രാ ഫെയർ എന്നൊക്കെ പറഞ്ഞ സാധനമില്ലേ, എന്താണ് ബിസി ഫെയറാണ് ആ സാധനമില്ലേ, ഈ ഓഫീസൊക്കെ വിട്ട് പോണ സമയത്ത് ഭയങ്കര ചാർജ് എടുക്കില്ല, എക്സ്ട്രാ ഫെയർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഉബർ ചെയ്യുന്നുണ്ടെങ്കിൽ ഉബർ എന്ത് എന്ന് പറഞ്ഞിട്ട് ഉബറിന് ചോദ്യം ചെയ്യണം. എന്നിട്ട് വേറെ ആരാണ് നൈസായിട്ട് നമുക്ക് വേണ്ടി നിൽക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു കാര്യം ചെയ്യുന്നത്, അവരുടെ കൂടെ പോകണം. ഞാൻ ഒരു എക്സാമ്പിളിന് യൂബർ, ഓല, റാപ്പിഡോൻ്റെ എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ.
സെയിം ലൈക്ക് നമുക്ക് വേണമെങ്കിൽ പറയാം സ്വിഗ്ഗി സൊമാറ്റോ. ഇപ്പോൾ സ്വിഗ്ഗിയിൽ നിന്ന് മാത്രമേ ഞാൻ ഫുഡ് ഓർഡർ ചെയ്യുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് ആക്ച്വലി നിങ്ങൾ ഞാൻ ഇന്ന പാർട്ടീൻ്റെ ആളാണ്, ഈ പാർട്ടിക്കാർ എന്ത് ചെയ്താലും അവർ ഇപ്പോൾ നാളെ ഒരു ബോംബ് നിങ്ങളുടെ തലയിൽ കൊണ്ടിട്ടാലും ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യും എന്ന് പറയുന്നത് പോലെയാണ്. ലൈക്ക് യു ഡോണ്ട് ഹാവ് ടു ഡു ദാറ്റ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നോ വൺ ഈസ് ആസ്കിങ് യു ടു ഡു ദാറ്റ്. നിങ്ങൾ ആ പാർട്ടിയിലെ മെമ്പറാണ്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു എന്താ പറയുക വെള്ളയും വെള്ളിയിട്ട് നടക്കുന്ന കതറിട്ട് നടക്കുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾ നാളെ ഒരു വാർഡ് മെമ്പർ ആവാൻ പോകണം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇലക്ഷൻ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ തന്നെ പാർട്ടീൻ്റെ പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഈ പാർട്ടി എന്ത് ചെയ്താലും ഞാൻ ഇപ്പോൾ ന്യൂസ് ചാനലിൽ വന്നിട്ട് ഇരുന്നിട്ട് ന്യായീകരിക്കാൻ മറ്റേ ഗുളിക ഉണ്ടല്ലോ, എന്താണ് ന്യായീകരണം സാധനം, എന്ത് ചെയ്താലും അവരുടെ അവസ്ഥ ആലോചിച്ചു നോക്കി. ഈ ന്യൂസ് ചാനൽ വന്നിരുന്നിട്ട് അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ ന്യായീകരിച്ച് അതിനെ ഒന്ന് രക്ഷിച്ചെടുക്കണം. അത് അവരുടെ ബാധ്യതയാണ്. നിങ്ങൾക്ക് ആ ബാധ്യതയില്ല. അവർക്കതുകൊണ്ട് നേട്ടമുണ്ട്. എന്ത് നേട്ടം? അവർക്ക് സാമ്പത്തികമായിട്ട് നേട്ടമുണ്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അവർക്കൊരു സ്ഥാനം കിട്ടും, MLA ആവും, MP ആവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടുമെന്ന് പറഞ്ഞിട്ടൊരു ഓപ്പർച്യൂണിറ്റി അവർക്കുണ്ട്. നിങ്ങൾക്കതില്ല. ഒരു പാർട്ടിയും നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നല്ല നിലനിൽക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ യു ആർ ബീങ് ഫൂൾഡ്. എനിക്കത്ര പറയാം. എല്ലാവരും അവരവരുടെ കാര്യം അവരവർക്ക് ഞങ്ങൾക്ക് ഇനി ഒരു 10 കൊല്ലം അല്ലെങ്കിൽ 15 കൊല്ലം ഇനിയും ഭരിക്കാനുള്ള എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യമാണ് അവർ നോക്കുന്നത്. അല്ലെങ്കിൽ ഇനി എൻ്റെ ഒരു 10 തലമുറയ്ക്ക് ചിലവാക്കാനുള്ള പൈസ ഇപ്പം തന്നെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ആണ് അവരിയ്ക്കുന്നത്. അപ്പം നിങ്ങൾ അവരിനെ വെറുതെ ഞാൻ ഇന്ന ആളാണ് വൈ അങ്ങനെ ചെയ്യേണ്ട ഒരാവശ്യമില്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിൻ്റെ ധർമ്മേന്ദ്ര പ്രധാൻ്റെ കാര്യം. ഹീസ് എ ഫെയിലിയർ, ബട്ട് ഹീസ് ലൈക്ക് എ കീ ഫിഗർ. ഒറീസി എന്നാണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ അവിടുത്തെ ഈ BJPൻ്റെ മെയിൻ ആളാണ്. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവർക്ക് ഈ റിസൈൻ ചെയ്ത് പോകുമെന്ന് പറയാനും പറ്റില്ല. കാരണം എന്തെങ്കിലുമൊക്കെ അതിൽ പണ്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതുകൊണ്ടാണല്ലോ ഇപ്പോൾ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പം എന്തെങ്കിലുമൊക്കെ അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പം ആക്ച്വലി ഇതിപ്പോൾ ഒരു 20 ദിവസമായി. 20ാമത്തെ ദിവസമല്ലേ ഇത് ഭയങ്കര സംഭവമായത്. എല്ലാവരും ഭയങ്കര റീൽസ് ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഇത്ര ട്രെൻഡായിട്ട് മാറി. ഇത് 20 ദിവസമൊക്കെ എത്തുമ്പോഴല്ലേ. എപ്പം തുടങ്ങിയാണിത്? 20 ദിവസമായി. സോനം വാങ്ചുക്ക് നിരാഹാരം തുടങ്ങിയിട്ട് 20 ദിവസമായി. അപ്പോൾ ആ 20 ദിവസം ലൈക്ക് കുറേ പേരൊക്കെ അറിയുന്നുണ്ട്. ഇപ്പോൾ ഇത് ഫോളോ ചെയ്യുന്നവരും ഇതിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നവരും അത് ചെയ്യുന്നവരൊക്കെ അറിയുന്നുണ്ട് എന്നല്ലാണ്ട് ഇത്രയൊരു പബ്ലിക് ഒരു സംഭവം ഇതിൽ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ആക്ച്വലി BJPക്കാർ എന്ത് ചെയ്യണമെന്ന് വെച്ചായിരുന്നു, ലൈക്ക് ഇയാൾ ശരിയല്ല, നീ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ലൈക്ക് അവരത് തെറ്റ് കണ്ട് മനസ്സിലാക്കി അവരെ പുറത്താക്കി. ഇങ്ങനെ എല്ലാവരും ചെയ്യണം. ഇത് BJPക്കാർ മാത്രം ചെയ്യും. ഞാൻ ആ ഒരു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഒരു ഫെയിലർ ആയതുകൊണ്ട് പറഞ്ഞത്. ഇങ്ങനെ ഏതെങ്കിലും ഒരു മിനിസ്റ്റർ ഫെയിലർ ആണെങ്കിൽ ഇറങ്ങി പോകാൻ പറയണം, അടുത്ത ആളിനെ വിളിച്ച് കയറ്റണം. ആളില്ലാണ്ട് ഒന്നും അല്ലല്ലോ, അടുത്ത ആളിൽ വരട്ടെ, അയാൾ ചെയ്യട്ടെ, അയാൾ മോശമായ അയാൾ പോട്ടെ. ഇതന്നെയായിരിക്കണം എവിടെയും. ഇപ്പോൾ നമ്മുടെ കേരളത്തിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഇങ്ങനെ തന്നെ ആയിരിക്കണം സോൾവ് ചെയ്യേണ്ടത്. ഇതാണ് ഒരു ഹെൽത്തി ഡെമോക്രസിൻ്റെ ഒരു സംഭവം. ഇത് പക്ഷെ എന്താവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളിനെ പുറത്തു പോകാൻ പറയാൻ പറ്റില്ല. കാരണം അയാൾ ഇതിൻ്റെ ഉള്ളിൽ അയാൾ കുറേ MP-മാരുടെ അയാൾക്ക് കുറേ MP-മാരുണ്ടാവും. ഇയാളിനെ ഇവർക്ക് റിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ MP-മാരും കൂടെ ഇവരുടെ സപ്പോർട്ട് പിൻവലിക്കുകയോ അങ്ങനെ ഇങ്ങനെ, പിന്നെ പണ്ട് എന്തെങ്കിലും ക്യാഷ് ഡീലിങ്സോ അല്ലെങ്കിൽ അങ്ങനെ ഫണ്ടോ എന്തെങ്കിലുമൊക്കെ മറിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ പെട്ടെന്ന് റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസൊക്കെ പുറത്തു വിടും. അങ്ങനത്തെ കുറേ വേണ്ടാത്ത സംഭവങ്ങൾ ഇത് ഇൻവോൾവ് ആകുമ്പോഴാണ് ഇത് ഇത്രയും നീട്ടി വഷളാക്കുന്നത്. ആക്ച്വലി BJP കുഡ് ഡു ഈ ഒരു പ്രശ്നമൊന്നും ഇത്രയും വലിയൊരു പ്രശ്നം ആക്കേണ്ട ആവശ്യമേ ഉണ്ടായില്ല. ആദ്യം തന്നെ പൊടേ എന്ന് പറഞ്ഞാൽ മതി. കുറേ ആൾക്കാരൊന്നും അറിയ പോലും ഇല്ല ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം.
അപ്പോൾ ഏർലിമാനെയൊക്കെ വെറുതെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ വിളിച്ചു വരുത്തി അവരൊന്നും ഇതിൽ ഇടപെടേണ്ട ആവശ്യമേ ഉണ്ടാവില്ലായിരുന്നു. ഇത് ആദ്യം തന്നെ ചെയ്തിട്ടുണ്ട്. അതിനെ നീട്ടി ഇങ്ങനെ ആക്കിയിട്ട്. സോ ഇതാണ് രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇനിയാണ് മെയിൻ കാര്യം. ഈ സെലിബ്രിറ്റീസ് ഉണ്ടല്ലോ, മെയിൻലി ആക്ടേഴ്സ്, അല്ലെങ്കിൽ പാട്ട് പാടുന്നവർ, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഇവരുടെ എനിക്കത് മനസ്സിലാവാത്തൊരു കാര്യമാണ്. അതായത് നിങ്ങൾക്കൊരു സ്വന്തമായിട്ട്, നിങ്ങൾക്കിപ്പോൾ കാണുകയും കേൾക്കുകയും അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അന്വേഷിക്കുകയും എല്ലാം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. നിങ്ങൾക്കിപ്പോൾ പണ്ടത്തെ പോലെ പത്രം വായിച്ചിട്ട് കിട്ടുന്ന വിവരം മാത്രമല്ലല്ലോ. മെയിൻ സ്ട്രീം മീഡിയ ഒന്നും ഇതിനൊന്നും കവർ ചെയ്തിട്ട് പോലുമില്ല. മെയിൻ സ്ട്രീം മീഡിയ കവർ ചെയ്തിട്ടില്ല. ഓപ്പോസിഷനിൽ ഒരു പാർട്ടീസും മെയിനായിട്ട് ആദ്യമൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. കുറേ പിള്ളേർ അവിടെ വന്നിരുന്നു, ഏതൊക്കെ കുറേ ഇൻസ്റ്റാഗ്രാം പേജത്തോടെ ടീംസ് വന്നിരുന്നു. അവർ തന്നെ അവിടെ ഉണ്ടാവുള്ളൂ ആദ്യം. പിന്നീട് ഇത് ഭയങ്കര സംഭവമാണെന്ന് കേട്ടപ്പോൾ പിന്നെ എല്ലാവരും വന്നിട്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് അടി കൂടെ കയറിയതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഡീസെൻട്രലൈസ്ഡ് ആയതുകൊണ്ട് തന്നെയാണ് പല പ്രശ്നങ്ങളും ഇവർക്ക് എതിരായിട്ടുള്ള പല കാര്യങ്ങൾ എന്താണ് ഈ ഇതിൻ്റെ ഇടയിൽ കൂടെ കയറിയ കുറേ ആൾക്കാർ വന്നിട്ട് മറ്റേ ആർട്ടിക്കിൾ കശ്മീരിൻ്റെ ആ പ്രശ്നം 370 ആർട്ടിക്കിൾ അത് ക്യാൻസൽ ചെയ്യണമെന്നോ എന്തോ പറഞ്ഞു. പിന്നെ മറ്റേ ആളുടെ ഉണ്ടല്ലോ, ഒരു ചങ്ങായിട്ടല്ലോ JNUത്തെ പേര് ഉമർ ഖാലിദിൻ്റെ കാര്യം. ഉമർ ഖാലിദ് പിന്നെ ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റേഴ്സ് വരിക. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പൊളിറ്റിക്കൽ പാർട്ടിയോ അല്ലെങ്കിൽ ഇപ്പോൾ ഡിപ്കെ എന്ന് പറഞ്ഞ ഒരു ചെക്കൻ അവനായിരുന്നു ഇപ്പം പറയുന്നത് എന്തിനാണ് നമ്മളെ കേൾക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരിക്കുമല്ലോ എല്ലാവരും വന്ന് നിൽക്കുക. എല്ലാവരും ഒരേപോലത്തെ ആൾക്കാരല്ലേ. അല്ലെങ്കിൽ ഒരു നേതാവ്, ഈ നേതാവ് പറയുന്നത് അണികൾ കേൾക്കും, അങ്ങനെ ഒന്നും സംഭവമൊന്നും അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സ്റ്റേജിൽ അവരെന്തോ ഇരിക്കുന്നുണ്ട് എന്നല്ലാണ്ട് ഇവരൊക്കെ പറഞ്ഞ പോലെ ഇവർ കേൾക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഡീസെൻട്രലൈസ്ഡ് ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ പല ഈ എന്താ പറയുക ഇവർക്കെതിരായിട്ടുള്ള പ്രൊപ്പഗൻഡ അല്ലെങ്കിൽ ഇവർക്ക് എതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടാവാൻ തന്നെ കാരണം. ഇങ്ങനെ ആദ്യമൊന്നും ഇതിൽ ആരും മൈൻഡ് കൂടി ചെയ്തില്ല. അപ്പോഴാണ് ഈ ആൻറ്റി BJP ആയിട്ടുള്ള കുറേ ആൾക്കാർ, കുനാൽ കമ്പ്ര എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കൊമേഡിയനൊക്കെ ഉണ്ട്, അയാൾക്കാണ് ഈ BJPനെ എന്തെങ്കിലും പറയാൻ കിട്ടിയ അവസരം ഉണ്ടെങ്കിൽ അയാൾ വന്നിട്ട് അത് കൊളാക്കി വിടും. അപ്പോൾ അങ്ങനെ ഓരോ ഡിസ്ട്രാക്ഷൻസ് ആയിരുന്നു പിന്നീട് കുറച്ച് കാലം ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ഇതിലേക്ക് ഇയാൾ അങ്ങനെ പറഞ്ഞു, ഇവർ ഫ്രീ ഉമർ ഖാലിദ് എന്ന് പറഞ്ഞു, ആർട്ടിക്കിൾ 370 ഇവർ ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞത്. ഇവരൊന്നും പറഞ്ഞിട്ടില്ല, ഇവരുടെ പേജിലോ ഇവരുടെ വെബ്സൈറ്റിലോ ഇവരോ ഒന്നും പറഞ്ഞില്ല. ഇവർ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 3 കാര്യങ്ങൾ തന്നെ ഉള്ളൂ. ഒന്ന്, ഇയാൾ റിസൈൻ ചെയ്യണം, പിന്നെ 1 കോടി വെച്ചിട്ട് ഓരോ ആൾക്കാർക്ക് കൊടുക്കണം, പിന്നെ ഇവർക്കെതിരായിട്ടുള്ള എന്തെങ്കിലും ഫെയർ ആയിട്ട് അതിനെ എന്താ പറയുക FIR ഒക്കെ മര്യാദയ്ക്ക് ഇടണം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. പിന്നീട് ആ പ്രൊട്ടസ്റ്റ് മറ്റേ 20-ാം തീയതി കഴിഞ്ഞപ്പോൾ അവർ ആ 3ാമത്തെ മാറ്റിയിട്ട്, അതായത് ഈ ഇവരിനെ അറ്റാക്ക് ചെയ്ത പോലീസുകാർക്കെതിരെ സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അത് 3ാമത്തെ എന്തോ മാറ്റിയിട്ടുണ്ട്. അതല്ലാണ്ട് ഇവർ വന്നിട്ട് മറ്റേ ആർട്ടിക്കിൾ ക്യാൻസൽ ചെയ്യും, അത് ചെയ്തെന്ന് പറഞ്ഞിട്ടേ ഇല്ല. സോ അത് പറയുന്നത് ഏതൊക്കെയോ ആൾക്കാരാണ്. സോ അത് ഇവരുടെ തലയിലിട്ടിട്ട് ആണ് കുറേ ഞാൻ പറഞ്ഞ എൻ്റെ സെക്കൻഡ് അക്കൗണ്ടിലെ കാര്യങ്ങൾ വന്നുകൊണ്ടിരുന്നത്. സോ പക്ഷേ അത് അവർ കൺട്രോൾ ചെയ്യണമായിരുന്നു. ലൈക്ക് സ്ട്രിക്റ്റ് ആയിട്ട് പറയണമായിരുന്നു, വി ആർ ഫോർ ദിസ് എഡ്യൂക്കേഷൻ, നീറ്റിൻ്റെ ഈ പേപ്പർ ലീക്കിൻ്റെ സംഭവത്തിന് വേണ്ടി മാത്രമാണ്. കാരണം ഇവരിപ്പോൾ ഇതുവരെ ഇങ്ങനത്തെ പ്രൊട്ടസ്റ്റോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിൻ്റെ ഒരു ഹെഡായിരുന്നിട്ടോ ഒന്നും ഇല്ലല്ലോ. പൊളിറ്റിക്കൽ പാർട്ടി പോലത്തെ ഒരു സംഘടനയുടെ ഹെഡായിരുന്നിട്ടൊന്നും ഇല്ലല്ലോ. ഒരു പൊളിറ്റിക്കൽ പാർട്ടി തന്നെ എടുത്തോ നിങ്ങൾ, അതിൽ തന്നെ എന്തൊക്കെ ഉണ്ടാവും. ഓരോരുത്തന്മാർ ഓരോ അഭിപ്രായം പറയും. ഒരുത്തൻ പറയും ഇപ്പോൾ അത് എന്നൊക്കെ പറയും. ഇപ്പോൾ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടൊരു ടോപ്പിക് എടുത്ത്, റിസർവേഷൻ ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ മറ്റേ UP പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ റിസർവേഷനെ എതിർക്കും, റിസർവേഷൻ വേണ്ടെന്ന് പറയും. അതേ സംഭവം നിങ്ങൾ സൗത്തിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറൊരു പാർട്ടിയിലുള്ള ആൾക്കാരുടെ ഒരേ പാർട്ടിയിലുള്ള വേറെ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ റിസർവേഷൻ വേണം പറയും. അപ്പോൾ അങ്ങനത്തെ പിന്നെ ചിലവർ റിസർവേഷൻ മുഴുവൻ ക്യാൻസൽ ചെയ്യണം, റിസർവേഷൻ ഉള്ളവരിനെയൊക്കെ തല്ലി ഓടിക്കണം എന്ന് പറഞ്ഞിട്ട് വേറെ ആൾക്കാർ പറയും. അപ്പോൾ
എല്ലാവരും ഇങ്ങനെ തന്നെ. പക്ഷെ ഒരു പാർട്ടി ആവുമ്പോൾ ആ നേതാവ് പറഞ്ഞത് മാത്രമാണ് കാര്യം എന്ന് വരും. ഒരു അണി ഏതെങ്കിലും ഒരു വഴി കൂടെ പോണ ഒരു അണി വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതേതോ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയുന്ന പോലെ ഏതോ ഒരുത്തം വന്ന് പറഞ്ഞു പോയി എന്ന് പറയും. പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ഏതോ ഒരുത്തം വന്ന് എന്തോ ഒരു പോസ്റ്ററും കൊണ്ട് വന്നപ്പോൾ ഇത് ഇനി ഇവരെല്ലാവരും ഉമ്മർക്കാരിൽ ഇതിൻ്റെ ആൾക്കാരാണ്, ഇവരെല്ലാവരും പാകിസ്ഥാൻകാരാണെന്ന് പറഞ്ഞു. പക്ഷെ അത് ശരിയാണോ? അല്ല. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. കുറച്ച് പേരുണ്ടാവും ഈ ഒരു അഭിപ്രായം ഉള്ളവർ. പക്ഷെ അത് ഏതൊക്കെയോ ആൾക്കാരാണ്, റാൻഡമായിട്ട് വന്ന ആൾക്കാരാണ്. അവരുടെ നിങ്ങൾ എന്തുവേണ്ടി ചെയ്തോ, പോലീസുകാർ അവരുടെ ഫോട്ടോയും ഡീറ്റെയിൽസൊക്കെ ഉണ്ടല്ലോ, അവരെ പിടിക്കട്ടെ. ഹൂ കെയർസ്? അവനെ പിടിച്ചിട്ടോ. ആൻറ്റി നാഷണൽ സ്ലോഗൻ എന്തെങ്കിലും ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെയും പിടിച്ചിട്ടോ. നോ വൺസ് ഗോണ സ്റ്റോപ്പ് യു. അത് പോലീസിൻ്റെ പണിയല്ലേ. അത് മുഴുവൻ ഇവരുടെയാണ്. അല്ലെങ്കിൽ ഈ ഒരു സ്റ്റുഡൻറ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഈ കുറേ യൂത്തിൻ്റെ ഒരു മൂവ്മെൻറ്റ് മുഴുവൻ ഇങ്ങനെയാണ്, അങ്ങനെ പറയാൻ പറ്റുമോ? അത് പറയുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ്. ഇനി ഞാൻ ആദ്യം അത് വിട്ടുപോയി. സെലിബ്രിറ്റീസിൻ്റെ കാര്യം. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം നിങ്ങൾക്ക് രൂപീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ കണ്ടിട്ടും കേട്ടിട്ടും നിങ്ങൾ റിസർച്ച് ചെയ്തിട്ടൊരു അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ, നിങ്ങൾ വെറുതെ ഈ സെലിബ്രിറ്റീസിൻ്റെ ആക്ടേഴ്സിൻ്റെ ഒന്നാമത്തെ കാര്യം, ഈ ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇല്ല, പക്ഷെ മെജോറിറ്റി ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഡോണ്ട് കെയർ അബൌട്ട് ഓൾ ദീസ് തിങ്സ്. അവർക്ക് അവരുടെ കരിയർ, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അടുത്ത കൊല്ലം എനിക്ക് അവാർഡ് കിട്ടാണ്ടിരിക്കുമോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് അടുത്ത സിനിമ പോവുമോ, അടുത്ത പ്രൊഡ്യൂസർ എന്നെ സിനിമ ക്യാൻസൽ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നവരാണ് മെജോറിറ്റി ആൾക്കാർ. ഓക്കെ. സോ ഇവരുടെയൊക്കെ പണ്ട് ടോവിനോ, എനിക്ക് തോന്നുന്നു ടോവിനോ ഏതോ ഒരു ഫ്ലഡിൻ്റെ സമയത്ത് എന്തോ ആണെന്ന് തോന്നുന്നു, ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് സെലിബ്രിറ്റീസ് ഒന്നും പറഞ്ഞില്ലെങ്കിൽ അയ്യേ നട്ടലില്ലാത്തവൻ എന്ന് പറയും. എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ ഇവ മറ്റേ പാർട്ടിൻ്റെ ആള് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയും. ഇപ്പോൾ ഒന്നും പറയാണ്ട് മിണ്ടാണ്ടിരുന്നാൽ അതിന് വേറെ എന്തെങ്കിലും പറയും. സോ ഒന്നാമത്തെ കാര്യം, ഈ സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഐഡിയോളജി കേട്ടിട്ട് നമുക്കെന്താണ് എന്ന് കിട്ടുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ലൈക്ക് അവരെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് പറയിപ്പിക്കുക. എന്ത് നീ എന്താ മിണ്ടാണ്ടിരിക്കണേ, നിനക്കെന്താ നട്ടിലില്ലേ, നിങ്ങൾക്കെന്താ ഇതിനെക്കുറിച്ച് പറയാനില്ലേ? പറയാനുണ്ടാവില്ല. അതെന്തിനാ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നത്? വൈ? പിന്നെ സെലിബ്രിറ്റീസിൻ്റെ കാര്യം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുക. അതായത് ഇതാണ് എൻ്റെ ഐഡിയോളജി, എനിക്കിതാണ്. പിന്നെ അതിൻ്റെ ഒരു ന്യായീകരണം വേറെ, ഇതാണ് എങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള കുറേ ന്യായീകരണം വേറെ. അത് വേറൊരു ടീംസ്. കാരണം അവർക്ക് ഇത് ഒരു ആക്ടർ എന്ന നിലയിൽ ഇപ്പോൾ ഒരു വിഭാഗം ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയിൽ പെടുന്ന ആൾക്കാർക്ക് മാത്രമല്ലല്ലോ അയാൾ സിനിമ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അയാൾ ഒരു പാട്ട് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അയാൾ ഒരു സാധനം എന്തെങ്കിലും ചെയ്യുന്നത്. അവർ ചെയ്യുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ നിങ്ങളൊരു കറക്റ്റ് ഒരു ഐഡിയോളജി ഇത് ഇന്ന പോലെയാണ് എന്ന് പറയാം. ഇത് കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു പോസ്റ്റ് കണ്ടിട്ടായിരുന്നു കണ്ടിട്ട്, അത് നല്ല കിഡിലെ ഒരു സാധനമാണ്. ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ട് കമൻസ് ഓഫാക്കി വെക്കുക. അതേപോലെ ഈ പ്രൊട്ടസ്റ്റിനെ കുറിച്ച് പറയുന്നതിനൊക്കെ ബ്ലോക്ക് ചെയ്ത് വെക്കുക. അപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ആണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ആക്ച്വലി പേർലിമാനിക്ക് അവകാശമുണ്ട് പേർലിമാനിൻ്റെ കാര്യം പറയാൻ. അവരത് പറയട്ടെ. ആ പറഞ്ഞതിൽ നിങ്ങൾക്ക് വിയോജിപ്പ് പറയാം. കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്. അപ്പോൾ പ്രൊട്ടസ്റ്റ് ഈസ് ഓഫ് കോഴ്സ് ഫോർ എ ഗുഡ് തിങ്. നീറ്റിൽ ഇങ്ങനെ ഒരു പേപ്പർ
ലീക്കായി ക്യാൻസൽ ചെയ്തു. അത് ആദ്യമായിട്ടല്ല സംഭവിക്കുന്നത്, 2024 സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ വേറെയും കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഈ എഡ്യൂക്കേഷൻ മിനിസ്റ്ററായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നത്. സോ ഇത് ശരിയല്ല. ഇയാളെ പുറത്താക്കിയിട്ട് വേറെ ആളെ കൊണ്ടുവരണം. കൊണ്ടുവന്നിട്ട് അയാൾക്ക് പുതിയ വന്ന ആൾക്കൊരു പേടി വേണം. ഇത്രയും ഒരു ഹോട്ട് സീറ്റാണിത്, ഇതിങ്ങനെ പിള്ളേരുടെ എഡ്യൂക്കേഷൻ വെച്ച് കളിക്കാനുള്ളതല്ല എന്ന് അയാൾക്കൊരു ബോധ്യം വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ട്രസ്റ്റ്. സിമ്പിളല്ലേ? അപ്പം അത് ഒരു സെലിബ്രിറ്റിനെ കൊണ്ട് നിങ്ങൾക്ക് പറയിപ്പിച്ചു. പിന്നെ പറയിപ്പിച്ചപ്പോൾ തൊട്ട് പിന്നെ ആ അഭിപ്രായത്തിനോട് നിങ്ങൾക്ക് വിയോജിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇതെന്താണ്, ഇതൊരു നാടിൻ്റെ നല്ല കാര്യത്തിനല്ലേ. എല്ലാവരും, അതായത് വേറെ ഒരു കാര്യം കൂടി ഉണ്ട്, എല്ലാവരും മനഃപൂർവ്വമാണോ അത് എല്ലാവർക്കും അറിയാഞ്ഞിട്ടാണോ എന്നറിയില്ല. എല്ലാവരും പറയും 21 കുട്ടികൾ സൂയിസൈഡ് ചെയ്തു എന്ന് പറയും. അത് ഒരു മേജർ ഇഷ്യൂ ആണ്. അതേപോലെ തന്നെ വേറൊരു ഇഷ്യൂ അപ്പുറത്ത് കിടക്കുന്നത്, നിങ്ങളത് അറിഞ്ഞോന്നറിയില്ല, റീനീറ്റ് വെച്ചപ്പോൾ 22 ലക്ഷം സംതിങ് എന്തോ കുട്ടികളാണ് ഫസ്റ്റ് നീറ്റ് എഴുതിയത് ഓൾ ഇന്ത്യ. രണ്ടാമത് വെച്ചപ്പോൾ 2.79 ലാക്ക്, അതായത് 2.79 ലക്ഷം കുട്ടികൾ എഴുതിയിട്ടില്ല. അവരത് അപ്പിയർ ചെയ്തില്ല രണ്ടാമത് നീറ്റ് വെച്ചപ്പോൾ. നിങ്ങൾ ആ ഒരു നമ്പേഴ്സ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഓൾമോസ്റ്റ് 3 ലക്ഷത്തിനടുത്ത് കുട്ടികൾ, ലൈക്ക്, അതായത് പല റീസൺസ് ഉണ്ടാവും ആൾക്കാർക്ക്. അപ്പം അവരുടെയൊക്കെ ചാൻസും അവരുടെയൊക്കെ ആ ഒരു കൊല്ലം വേസ്റ്റ്. ആരുടെ പിടിപ്പുകേട് കൊണ്ട്? എഡ്യൂക്കേഷൻ മിനിസ്റ്ററിൻ്റെ പിടിപ്പുകേട്. അപ്പം അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പം അത്രയും ഒരു കോൺഷ്യസ് ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയമാണ്. അപ്പം നമ്മൾ വേണമെങ്കിൽ പ്രൊട്ടസ്റ്റിനെ അനുകൂലിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഈ പ്രൊട്ടസ്റ്റ് മുഴുവൻ ആൻറ്റി നാഷണൽസ് ആണ്, ഈ പ്രൊട്ടസ്റ്റ് മുഴുവൻ ശരിയല്ല, പിള്ളേർക്കൊക്കെ അടി കൊള്ളുന്നു, വീട്ടിൽ പോടെ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട്. പിന്നീട് അതിനുള്ള ബാക്ക്ലാഷ് നിങ്ങൾ കേൾക്കണം. ദാറ്റ്സ് ഇറ്റ്. അല്ലാണ്ട് അയ്യോ എൻ്റെ ഐഡിയോളജി ആരും അംഗീകരിക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് പറയാൻ പാടില്ല. എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നില്ലെങ്കിൽ നിങ്ങളിതിലൊന്നുമില്ല, ഞങ്ങളിതിലൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുക. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അത് ചെയ്തതുകൊണ്ട് ഈ കുറേ കമൻസ് ഉണ്ട്, ഇയാളെന്താ മിണ്ടാത്തത്, അയാളെന്താ മിണ്ടുന്നത്. അയാളെന്തിനാ മിണ്ടുന്നത്? നിനക്ക് അവൻ്റെ അഭിപ്രായം കേട്ടിട്ട് നിനക്ക് എന്താ കിട്ടുന്നത് എന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ മറ്റേ റേജ് ബേറ്റ് മോഡിലാണ്, എല്ലാവരും മറ്റേ കമൻറ്റ് ചെയ്യണ ഒരു മോഡിലാണ്. അങ്ങനെ ഈ കമൻറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ വെറുതെ എന്തിനാണ് അത് ഞാൻ വിട്ടുപോയതാണ്. പിന്നെ ആ കമൻറ്റ് കണ്ടിട്ട് കമൻറ്റ് ചെയ്തത്. സോ എന്തിന് ഇവരുടെയൊക്കെ അഭിപ്രായം നിങ്ങളെന്താ കേൾക്കുക? എന്തിനു കേൾക്കണത്? ഇതെന്താ മറ്റേ കുറേ പേര് ഈ സൈഡ്, കുറേ പേര് ആ സൈഡ്. അവർക്ക് അവരുടെ ഐഡിയോളജി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരെ ജഡ്ജ് ചെയ്യാം. അത് സീനൊന്നുമില്ല. കാരണം അവരതിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങൾ ഇതാണ് നിങ്ങളുടെ ഒരു സംഭവം അല്ലേ, അത് നമുക്ക് പറയാം. അതല്ലാണ്ട് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് ചോദിക്കേണ്ട ഒരാവശ്യമില്ല. പിന്നെ ഇവരുടെ ഒന്നും അഭിപ്രായം കേട്ടിട്ട് നമുക്കൊന്നും ചെയ്യാനുമില്ല. സോ ഡോണ്ട് ഫോഴ്സ് ഓൾ ദീസ് സെലിബ്രിറ്റീസ് ടു ടേക്ക് സൈഡ്സ്. അതിൻ്റെ ഒരാവശ്യം ഞാൻ കാണുന്നില്ല. അവരായിട്ട് പറഞ്ഞാൽ ഓക്കെ. പിന്നെ പറയിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് നമ്മുടെ അവിടുത്തെ ഈ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അഭിപ്രായം പറയാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ഞാൻ ഈ സംഭവം മൊത്തത്തിൽ പറയുന്നത് നോർത്തിലെ കാര്യമാണ്. നോർത്തിലിങ്ങനെ ഇയാൾ പറഞ്ഞു, മറ്റേ ആളെന്താ കമൻറ്റ് ഇട്ടിട്ടില്ല, ഷാറുഖ് ഖാൻ എന്താ കമൻറ്റ് ഇട്ടില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്തിന്? ഷാറുഖ് ഖാൻ എന്താ ആവശ്യം? അയാൾ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, അയാൾക്ക് ബുദ്ധിമായിട്ട് എന്താ ബന്ധം? ഒരു ബന്ധമില്ല. അയാൾ എന്തോ ചെയ്യട്ടെ. അയാളെ കൊണ്ട് കമൻറ്റ് ഇട്ടിട്ട് അയാൾക്ക് പേടിയുണ്ടാവും. റൈഡ് വരുമോ അയാൾക്ക് പേടിയുണ്ടാവും. നിങ്ങൾക്ക് പേഴ്സിൽ 10 രൂപ ഇല്ലാത്തവർ അത് പേടിക്കേണ്ട ആവശ്യമില്ല. അയാൾക്ക് പേടിയുണ്ടാവും. റൈഡ് വന്നാൽ കൊടുക്കും. അയാൾക്ക് പേടിയുണ്ടാവും. അതുകൊണ്ടാണ് അയാളൊന്നും പറയാത്തത് ആയിരിക്കും. ഹൂ നോസ്? അത് അയാളുടെ കാര്യമില്ലേ, അയാളെ കൊണ്ട് എന്തിനാണ് ചെയ്യിപ്പിക്കുന്നത്? നമ്മൾ മലയാളത്തിലുള്ളവർ എല്ലാവരും ഓപ്പണാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കമ്പയറിങ് ടു അതർ പീപ്പിൾ. കാര്യങ്ങൾ പോലെ പറയും, ഉള്ള പോലെ പറയാം. കഴിഞ്ഞു. അതിന് ബാക്ക്ലാഷ് കേൾക്കുക, അത്രേ ഉള്ളൂ.
ഇനി ഈ പേർലിമാനിയോ ആരെങ്കിലും വന്നിട്ട് അയ്യോ എല്ലാവരും എന്നെ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അതൊരു മറ്റടുത്ത നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു, നിങ്ങളൊരു സ്റ്റാൻഡ് പറഞ്ഞു, അതിൽ ഉറച്ചു നിൽക്കുമോ? നിങ്ങളുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് അല്ലേ ഇത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾ പറയൂ. അപ്പം അതിന് നിങ്ങൾക്ക് ബാക്ക്ലാഷ് ഇട്ട് കേൾക്കുക. ദാറ്റ്സ് ഇറ്റ്. പിന്നെ അവസാനമായിട്ട് ഒരു കാര്യം പറയാനുള്ളത് ഈ ഗെറ്റ് റെഡി വിത്ത് മീ ആയിരുന്നു. ആരടാപന്മാര്, ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഫുട്ബോളിൻ്റെ സമയത്തും ചെയ്തത്. ഇങ്ങനെ കുറേ ഈ അമ്മാവന്മാരൊക്കെ ഫേസ്ബുക്കിലാണെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. കുറേ എണ്ണം ഈ ഇൻസ്റ്റഗ്രാമിലുണ്ട്. എന്തിന് പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ പണ്ട് ഗാന്ധിജി നടത്തിയ പ്രൊട്ടസ്റ്റ്, നൂറ്റിട്ട് ഇങ്ങനെ ആക്കിയിട്ടുള്ള സാധനം അതിപ്പോൾ ചെയ്യണ്ടോ? ഇല്ലല്ലോ. അത് അന്നത്തെ സംഭവം. ഇന്നത്തെ പ്രൊട്ടസ്റ്റ് ഇങ്ങനെ ഗെറ്റ് റെഡി വിത്ത് മീ ടു പ്രൊട്ടസ്റ്റ് ഉണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ. നിനക്കെന്താ? നീ വേറെ കണ്ടാൽ മതി. നീ ആരുടെ അതൊക്കെ പറയാം? അവരെങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇത് പ്രൊട്ടസ്റ്റ് അല്ലേ? എന്തിന്? അവർക്കത് ചെയ്യട്ടെ. അവർക്കത് ചെയ്യാനുള്ള ആ റൈറ്റ്സും ഉണ്ട്. അവർക്ക് അങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരങ്ങനെ ചെയ്യട്ടെ. ഇപ്പം എത്ര റീൽസ് ഉണ്ട് ജെൻസിൻ്റെ ഇഷ്ടം പോലെ ഈ ഫണ്ണായിട്ടുള്ള റീൽസ്. ഞാൻ ഇതിന് മുന്നേ ഇങ്ങനെ ഫണ്ണായിട്ട് ഈ നേപ്പാളിലെ ആ ജെൻസി പ്രൊട്ടസ്റ്റിൻ്റെ ഇടയിലാണ്. അവിടെ കത്തിക്കലും സംഭവങ്ങളൊക്കെ വേറെ സ്ഥലത്ത് ഭയങ്കര ഡാർക്കായിട്ടുള്ള സംഭവങ്ങളൊക്കെ അപ്പുറത്ത് നടക്കുന്നുണ്ടെങ്കിലും നേപ്പാളിൽ ഇങ്ങനെ ഈ ജെൻസി പ്രൊട്ടസ്റ്റിൻ്റെ ഇടയിലാണ് കുറേ ഫണ്ണായിട്ടുള്ള സാധനങ്ങൾ. അത് ഈ ഫണ്ണെന്ന് പറഞ്ഞാൽ ഈ ഡാൻസ് കളിക്കുക, ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുക, അങ്ങനത്തെ ഈ സീരിയസ് അല്ലാത്ത സംഭവങ്ങളൊക്കെ നടക്കുന്നത് അതിൻ്റെ ആ നേപ്പാൾ പ്രൊട്ടസ്റ്റിൻ്റെ ഇടയിലാണ് കണ്ടത്. പിന്നെ അതിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത് ലൈക്ക് ഇറ്റ് വാസ് സോ ഫൺ, ഇറ്റ് വാസ് സോ റിഫ്രഷിങ്. ലൈക്ക് ഇത്രയും പിള്ളേർ പുറത്ത് ആ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ദേ ആർ എക്സ്പ്രസിങ് ഇൻ ദെയർ വേസ്. അതിന് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. നീ ആരാ അതൊക്കെ പറയുന്നു? നീ നിൻ്റെ കാര്യം നോക്ക്. എന്നാൽ എനിക്ക് അതിലും കമൻറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ആഴ്ച സംഭവിച്ചത്. ഈ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഈ ഡെഡ് ഇൻ്റർനെറ്റ് ദ തിയറി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിൻ്റെ ഒരു മേജർ സംഭവമാണ്. അതിൻ്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിളാണ് നമ്മളിപ്പോൾ. അത് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ റിയൽ ലൈഫ് എക്സാമ്പിൾ വരും. പക്ഷെ അതിൻ്റെ ഒരു മാരകമായിട്ടുള്ളൊരു സാധനമാണ് നമ്മൾ ആക്ച്വലി ഇപ്പോൾ ഈ ഒരു ചെറിയൊരു പ്രൊട്ടസ്റ്റ്, ചെറുതല്ല എന്നാലും ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഇടയിൽ നമ്മൾ കണ്ടത്. കാരണം കോണ്ടൻറ്റിൻ്റെ കളി, എൻ്റെ അമ്മോ എത്ര കോണ്ടൻ്റാണ് പറയൂ. അതായത് ഇത് പറയുക, അത് പറയുക, എന്താണ് ഇതിനിപ്പോൾ അനുകൂലിക്കുക, അതിന് അങ്ങനെ ആൻറ്റി നാഷണലാണ് പറയുക, ഇത് സ്റ്റുഡൻറ്റ് പ്രൊട്ടസ്റ്റാണ് പറയുക, ആൻറ്റി നാഷണൽ സ്റ്റുഡൻറ്റ് പ്രൊട്ടസ്റ്റ്, ആൻറ്റി സ്റ്റുഡൻറ്റ് പ്രൊട്ടസ്റ്റാണ്. അങ്ങനെ ഒരു കയ്യും കണക്കില്ല. എത്ര പേര്, വല്ലാത്തൊരു സംഭവം. ഇതൊക്കെ ഉള്ളതാണോ? ഇതൊക്കെ പെയ്ഡാണോ? കുറേയൊക്കെ പെയ്ഡാണ്. ഇത് എനിക്കിപ്പോൾ ആരും ചോദിച്ചൊന്നുമില്ല. ചോദിച്ചാൽ ചെയ്യായിരുന്നു. ഇപ്പം ആരും പൈസയ്ക്ക് ടൈറ്റ്. അപ്പോൾ അവർ തെണ്ടികളും ചോദിക്കില്ല. പണ്ട് ഏതായിരുന്നു ഈ ഇലക്ഷൻ്റെ സമയത്ത് കുറേ ഇങ്ങനത്തെ ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇവന്മാർ മെയിൽ അയക്കില്ല. ഇത് ഞാൻ പറയണത് ഇപ്പോൾ കുറേ ഈ സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞിട്ട് ഇമെയിൽ വരുന്നുണ്ട്. അതിപ്പോൾ ആർക്കാണെങ്കിൽ ഉണ്ടാക്കാം ഇമെയിൽ. പക്ഷെ അത് കാരണം എനിക്ക് എൻ്റെ അനുഭവം വെച്ച് പറയാം, കുറേ പേര് വിളിച്ചിട്ട് പറയും ഇന്ന ആളിനെ ഇൻ്റർവ്യൂ ചെയ്യുമോ, ഇത്ര രൂപ തരാം, 50,000 തരാം, 60,000 തരാം, അത് പോഡ്കാസ്റ്റ് പോലെ ഇൻ്റർവ്യൂ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു ഇഷ്ടംപോലെ ആൾക്കാർ ആ ഇലക്ഷൻ്റെ സമയത്ത്. എനിക്ക് നമ്മുടെ ഈ പൊളിറ്റിക്കൽ ചാനലിൽ എൻ്റെ വേറൊരു പൊളിറ്റിക്കൽ ചാനലുണ്ട്. അപ്പം അതിൽ ആരും ഇങ്ങനെ എന്താ പറയുക ഈ പ്രൊമോഷനായിട്ട് വിളിക്കാറില്ല. നമ്മളെ വലിയ ചാനലിലല്ലേ എല്ലാവരും പ്രൊമോഷൻ വിളിക്കുക. അപ്പോൾ ആകെ ഒരു സമയത്താണ് വിളിച്ചത്, ഇലക്ഷൻ്റെ സമയത്താണ്. പിന്നെ എന്നെ പോയിൻറ്റ്സ് നോട്ട് ചെയ്തിട്ട് ഈ ആൾ സൂപ്പറാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പേയ്മെൻറ്റ് കുറവായതുകൊണ്ട് ചെയ്തില്ല. എന്തിന് ഇവന്മാരൊക്കെ പൈസ മേടിക്കണം? ഇവന്മാരൊക്കെ പൈസ മേടിച്ചിട്ട് ഇവന്മാരിനൊക്കെ അങ്ങനെ നൈസാക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യണം. ചെയ്തിട്ട്
അവർ അടുത്ത വീഡിയോ അതിനെതിരെ ചെയ്തിട്ട് അതിൻ്റെ അങ്ങനെ ഇല്ലാണ്ടാക്കുക. അല്ലാണ്ട് അത് ഒരിക്കലും എടുക്കാതിരിക്കുന്നത്. ഇവന്മാരുടെ പൈസയൊക്കെ ഇവന്മാർ ഇങ്ങനെ ഇപ്പം നമുക്കല്ലെങ്കിൽ അവർ വേറെ ആൾക്ക് കൊടുക്കും. സിമ്പിൾ. നമ്മുടെ നട്ടല് വളർന്നു എന്നൊക്കെ പറഞ്ഞിട്ടല്ല, നട്ടല് നിവർന്ന് നിന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പൈസക്ക് പൈസ തന്നെ വേണം പോലെ. സോ അതൊക്കെയാണ് കാര്യങ്ങൾ. ദാറ്റ്സ് ഇറ്റ്. ഇറ്റ് വാസ് വൈൽഡ് റൈഡ് ആയിരുന്നു ഈ ആഴ്ച. കഴിഞ്ഞു. നമുക്ക് ഇനി വരാനുള്ള ആഴ്ചയിൽ നമ്മുടെ സ്പൈഡർമാൻ വീക്കാണ് വരാൻ പോകുന്നത്. സോ അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഏതൊക്കെ സിനിമയും സീരീസുകളാണ് വരാനുള്ള ആഴ്ചയിൽ. നീരജ് മാധവൻ്റെ പ്ലൂട്ടോ എന്ന് പറഞ്ഞൊരു സിനിമ. എന്തോ ഒരു വെറൈറ്റി സാധനം പോലെ ഉണ്ട്. പോസ്റ്റേഴ്സും ട്രെയിലറൊക്കെ കാണാൻ വേണ്ടിയിട്ട് 30 തീയതി ജൂലൈ ഇറങ്ങുന്നുണ്ട്. ഉന്മാദം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ, അതും ഒരു കുഞ്ചാക്കോൻ്റെ ഒരു ഡാർക്ക് പോലത്തെ ഒരു സാധനം. അത് 31 ഇറങ്ങുന്നുണ്ട്. അതും ഇറ്റ്സ് ലുക്സ് പ്രോമിസിങ് ആക്ച്വലി. അതും കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ സാധനം ബ്രാൻഡ് ന്യൂയുടെ സ്പൈഡർമാൻ്റെ 30 തീയതി വരുന്നുണ്ട്. നിങ്ങളൊക്കെ എവിടെയാണ് പോയി കാണുന്നത് പറഞ്ഞാൽ അത് കമൻറ്റ് ചെയ്യൂ. ഞാൻ എപ്പിക്കിൽ ആണ് കാണുന്ന ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എപ്പിക്കിൽ എങ്ങനെയുണ്ട്, ഐമാക്സ് ഒന്നും ഇല്ല അതിന്. സോ എപ്പിക്ക് നൈസാണെന്ന് തോന്നുന്നു. അതിൽ പോയി കാണാം. പിന്നെ OTTയിലും ഇഷ്ടംപോലെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. കോൺ സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിൽ. അത് ഞാൻ തിയേറ്ററിൽ പോയി കാണണമെന്ന് വിചാരിച്ച സിനിമ, കാണാൻ പറ്റില്ല. അതൊന്ന് കാണണം. പള്ളിച്ചട്ടമ്പി ഇറങ്ങിയിട്ടുണ്ട് സോണി ലീവിൽ. അതും കാണാൻ പറ്റിയിട്ടില്ല, അതും കാണണം. ഡിജിറ്റൽ റിലീസിലാണെങ്കിൽ നമ്മുടെ ഡിസ്ക്ലോഷർ ഡേ, മാസ്റ്റേഴ്സ് ഓഫ് ദി യൂണിവേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. സോ അതും കാണുക. ഡെത്ത് ഓഫ് റോബിൻ ഹുഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയുണ്ട് ഹ്യൂ ജാക്ക്മാൻ്റെ, അതും ഇറങ്ങിയിട്ടുണ്ട്. ഡിജിറ്റൽ റിലീസിലാണ് ഉള്ളത്. സോ അതും കാണാം. നൈസ് സിനിമയാണെന്ന് തോന്നുന്നു. ഞാൻ കണ്ടില്ല, കാണണം. പക്ഷേ കുറേ കാര്യങ്ങൾ പറയുന്നത് കേട്ടു ആൾക്കാർ. പിന്നെ ഏതൊക്കെയാണ് സീരീസുകൾ? നമ്മുടെ ഹൗസ് ഓഫ് ദി ഡ്രാഗൺ റണ്ണിങ് ആണ്. സൈലോ കാണുക. സൈലോ എന്ന് തോന്നുന്നു. സൈലോ കാണുക. ആപ്പിൾ ടി വിയിലുണ്ട്. ആപ്പിൾ ടി വി ഇല്ലാത്തവർ ഡൗൺലോഡ് ചെയ്തിട്ടോ അങ്ങനെയും കാണുക. ഇറ്റ് വാസ് വെരി എന്താ പറയുക, ആദ്യം ഒരു തണുപ്പനായിരുന്നു, ഇപ്പോൾ ഹെവി സാധനം. 3rd സീസണാണ് ഇപ്പോൾ റണ്ണിങ്. 3rd സീസണൊക്കെ വേറെ തന്നെ സാധനം. അതായത് ഓരോ സീസൺ കൂടുമ്പോഴും സാധാരണ ഗ്രാഫ് താഴോട്ടാണ് പോവുക. ഇത് ശരിയായ ഒരു ഗ്രാഫ് കയറ്റം, പൊളിയായിട്ടുണ്ട്, അടിപൊളി. സൈലോ അതും കാണാം. സോ എന്താണ്, ദാറ്റ്സ് ഇറ്റ്. സീ യു നെക്സ്റ്റ് വീക്ക്. നെക്സ്റ്റ് വീക്കിൽ സ്പൈഡർമാൻ്റെ വീക്കാണ്. നമുക്ക് സ്പൈഡർമാൻ്റെ കാര്യങ്ങളും മലയാളത്തിൽ 2 സിനിമ ഇറങ്ങുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ നോക്കാം. ദാറ്റ്സ് ഇറ്റ്. സീ യു നെക്സ്റ്റ്.